ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു സ്പെഷ്യൽ അച്ചാർ ഉണ്ടാക്കുകയാണ്. മുറ്റത്ത് തന്നെയുള്ള മാങ്ങ പറിച്ച് ഒരു സ്പെഷ്യൽ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു മഹാരാഷ്ട്രീയൻ അച്ചാറാണ്. മഹാരാഷ്ട്രയിൽ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെ. ഇത് ഇതിൻ്റെ നമുക്കിത് തൊലിയോട് കൂടി തന്നെ എടുക്കണം. അതും അണ്ടി ഇങ്ങനെ ഉറച്ച് വരുന്ന ഒരു മാങ്ങയില്ലേ, അണ്ടി മുഴുവൻ ഉറയ്ക്കാത്ത അങ്ങനെയുള്ള മാങ്ങയാണ് ഇതിന് ഏറ്റവും ബെറ്റർ. അതും തൊലിയോട് കൂടെ വലിയ കഷ്ണങ്ങളാക്കി ഇടണം. ചെറിയ ചെറിയ കഷ്ണമാക്കരുത്, കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി തന്നെ ഇത് ഇടണം. കുറച്ച് പുളിയൊക്കെ ഉള്ള മാങ്ങയായാലും നല്ലതാണിത്. ഇത് വീട്ടിലുണ്ടായ നല്ല മാങ്ങയാണ് കേട്ടോ. ഇത് മഹാരാഷ്ട്രൻ അച്ചാറാണെന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. മസാലയൊക്കെ ചേർത്തുള്ളൊരു അച്ചാറാണ്. ഇതേപോലെ ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കുറച്ചിങ്ങനെ ചുമന്ന് വന്നിട്ടുള്ളൊരു മാങ്ങയാണിത്. ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് 2 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഒരു ദിവസം ഒരു രാത്രി മുഴുവൻ ഇത് വെക്കണം, അല്ലെങ്കിൽ ഒരു പകൽ മുഴുവൻ ഇത് വെക്കണം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അതിന് ശേഷം അടച്ച് വയ്ക്കുക. അടച്ചൊരു 4-5 മണിക്കൂർ, അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വെച്ചതിന് ശേഷം ഇതിനകത്ത് വെള്ളമൊക്കെ ഇങ്ങനെ ഊറി വരും. അതിനകത്തുനിന്ന് ഇങ്ങനെ പിറ്റേ ദിവസത്തേക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആ വെള്ളമൊന്നും നമുക്ക് ആവശ്യമില്ല. അതെല്ലാം വെള്ളമെല്ലാം ഊറ്റിക്കളയണം. നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ മുകളിൽ നിന്ന് അതിങ്ങനെ മാറ്റി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ എടുത്തിട്ട് ഇട്ട് കൊടുക്കണം. ശരിക്കും കൈ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്നാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ ഇങ്ങനെ ഇടുന്നത്. അതുപോലെ പേപ്പറിലൊന്നും ഇടരുത്. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിലോ സ്റ്റീലിൻ്റെ പാത്രത്തിലോ ഇട്ട് നിരത്തി വെക്കണം. അതും ഇതേപോലെ കുറച്ച് നേരം ഒന്ന് കാറ്റത്ത് വെക്കണം. അത് ഒട്ടും വെള്ളം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിന് വേണ്ടി നമുക്ക് കുറച്ച് മസാലകൾ വേണം. ഞാൻ എടുത്തിട്ടുള്ളത് നന്നായിട്ടൊരു വലിയ 2 സ്പൂണ് കരിഞ്ജീരകം, പിന്നെ പട്ട, ഗ്രാമ്പു, 1 സ്പൂണ് ഗ്രാമ്പു, പിന്നെ 2 സ്പൂണ് കുരുമുളക്. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് നമുക്കൊന്ന്, പിന്നെ കുറച്ച് പെരിഞ്ജീരകം വേണം. പെരിഞ്ജീരകം കുറച്ച് കൂടുതൽ വേണം. ഒരു 4-5 സ്പൂണ് പെരിഞ്ജീരകം ഇടണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇതൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കുക. ഒത്തിരി ചൂടാവൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതി. അതിൻ്റെ മോയ്സ്ചർ ഒന്ന് പോകാൻ വേണ്ടി മാത്രം ഒന്ന് ചൂടായാൽ മതി. പെരിഞ്ജീരകവും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കടുക് പരിപ്പാണ്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് കടുക് പരിപ്പ്. ഇങ്ങനെ തന്നെ പാക്കറ്റിൽ കിട്ടും. ഇതും നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് മഞ്ഞ കളറിൽ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഇതും അധികം ചൂടാകുമൊന്നും വേണ്ട, കരിഞ്ഞൊന്നും പോവാതെ ഒന്ന് ചൂടാക്കി ഇങ്ങോട്ട് എടുത്താൽ മതി. പിന്നെ ഉലുവയും കൂടി നമുക്ക് ചൂടാക്കി എടുക്കണം. പിന്നെ കായം, അഥവാ കായപ്പൊടി ഇല്ലെങ്കിൽ കായം നമുക്ക് കായം വറുത്ത് പൊടിച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് കടുകെണ്ണയാണ്. ഞാനിത് സാധാരണ എണ്ണയല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഈ കടുകെണ്ണയാണ് ഇതിന് ഏറ്റവും ബെറ്റർ. കടുകെണ്ണ കഴിക്കുന്നതും നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എണ്ണകൾ ഏതെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് വേറെ ഏത് എണ്ണ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ കായത്തിൻ്റെ പൊടിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കായം വറുത്ത് പൊടിച്ചിട്ടില്ല. പിന്നെ കടുകെണ്ണൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാദ്യം തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുത്ത് വരാം. അതാ കണ്ടോ, പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. മസാലകളൊക്കെ ഒന്ന് പൊടിച്ചെടുത്ത്, രണ്ടും വേറെ വേറെ. കടുക് പരിപ്പ് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടുള്ളൂ കേട്ടോ. എല്ലാം ഒന്ന് ജസ്റ്റ് കറക്കി എടുത്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ അതാ നമ്മളുടെ എണ്ണ തിളച്ച് കുറച്ചൊന്ന് ചൂടും കൂടി തണിഞ്ഞ് വന്നിട്ടുണ്ട്. ഒത്തിരി ചൂട് പാടില്ല. തിളച്ചതിന് ശേഷം ഒന്ന് ചൂട് തണയാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. തണഞ്ഞതിന് ശേഷം കുറച്ച് ചൂടിൽ നമുക്കിതിലേക്ക് ഇനി കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഒരു 2 വലിയ സ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കായപ്പൊടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ എരിവുള്ള മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, കശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. രണ്ടും മിക്സ് ചെയ്തതാണ്. എരിവിന് നമ്മൾ മുളക് പൊടി ചേർക്കുന്നത്. എരിവെല്ലാം നോക്കിയിട്ട് ചേർക്കുക. മസാലകൾ നമ്മളെല്ലാം ഇടുന്നതുകൊണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു കളറിന് വേണ്ടി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കുറച്ചൊരു ചൂടിലാണ് ഞാൻ ചെയ്യുന്നത്.
ഇനി ഇതിലേക്ക് നമ്മളുടെ പൊടിച്ച് വെച്ച് കടുക് പരിപ്പ് ചേർത്ത് കൊടുക്കുക. കൂടാതെ നമ്മളുടെ മസാലകളും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസ്റ്റായിട്ട് കൂടുതൽ എണ്ണയാണ് ആവശ്യമുള്ളത്. എന്ന് വെച്ചാൽ ഇത് വിനീഗറൊന്നും നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നില്ല. ഇത് എണ്ണയിൽ തന്നെയാണ് ഈ മാങ്ങ കിടക്കേണ്ടത്. 2-3 വർഷം വരെ ഈ അച്ചാർ യൂസ് ചെയ്യാൻ കിട്ടും. ഇത് ഒരു 6 മാസം ഈ മസാല കിടന്ന് മാങ്ങയൊന്ന് 6 മാസം കഴിയുമ്പോഴേക്കും എന്ത് രുചിയാണെന്നറിയോ. ഭയങ്കര ടേസ്റ്റാണ്. ചപ്പാത്തി, പൂരി അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ ഈ ഒരു അച്ചാർ മതി. നമുക്ക് ട്രാവലിങ്ങിൻ്റെ സമയത്തൊക്കെ ചപ്പാത്തിയോ പൂരിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ഒരു മസാലക്കൂട്ടുള്ള മാങ്ങ അച്ചാർ മതി നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിനി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാങ്ങയിലുള്ള ഉപ്പെല്ലാം പോയിട്ടുണ്ടാവും. അത് ആ വെള്ളം നമ്മൾ ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഉപ്പൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുക. കല്ലുപ്പാണെങ്കിൽ കല്ലുപ്പ് അല്ലെങ്കിൽ പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കുക. ഈ അച്ചാറെന്ന് പറയുന്നത് ഇത് പിന്നെ മഹാരാഷ്ട്രൻ അച്ചാറാണ്. അതുകൂടാതെ പറയുന്നത് പഞ്ചാബിയുടേത് വേറെ, സിന്ധികളുടെ വേറെ, അവരെല്ലാം ഇങ്ങനെ വേറെ വേറെ, രാജസ്ഥാനി അച്ചാർ വേറെ, അങ്ങനെ പലർക്കും പല വിധത്തിൽ മസാലകളാണ്. ഇതിപ്പം ശരിക്കും മഹാരാഷ്ട്രയിൽ ചെയ്യുന്ന ഒരു അച്ചാറാണിത്. പലരും പല വിധത്തിലാണ് ഇടുന്നത്, പല മസാലകളും ചേർക്കുന്നുണ്ട് ഇതിനകത്ത്. ഞാൻ സാധാരണ ഇങ്ങനെയാണ് ഇത്രയും മസാലകൾ മാത്രമാണ് ചേർക്കുന്നത്. പക്ഷെ നല്ല രുചിയാണ്. ഇതുണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് 1 വർഷം 2 വർഷം കേടുകൂടാതിരിക്കും. വീട്ടിലൊക്കെ മാങ്ങ ഉണ്ടായിട്ട് മാങ്ങ പഴുത്ത് കൊഴിഞ്ഞ് താഴെ വീണ് കളയുന്നതിലും നല്ലത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ടിഫിനിലൊക്കെ കൊടുത്തു വിടാൻ പറ്റും. ചപ്പാത്തി പൂരീൻ്റെ കൂടെയൊക്കെ കൊടുത്തു വിടാൻ പറ്റും. നമ്മൾ ഏറ്റവും ഗുണമുള്ളത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തില്ലേ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ കഴിക്കാൻ ഭയങ്കര സുഖമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ട്രൈ ചെയ്യുക. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നോക്കുക. മാങ്ങയൊന്നും പാഴാക്കി കളയാതെ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. ഞാനിപ്പോൾ അടുത്ത് വേറെ ഒരു മാങ്ങേൻ്റെ അച്ചാറും കൂടി ഉണ്ടാക്കിയിരുന്നു. വീട്ടിൽ നിന്ന് തന്നെ പറിച്ചിട്ടുള്ള കുഞ്ഞായിട്ട് അതൊരു ചെറിയ കടുമാങ്ങ അച്ചാറായിരുന്നു. അത് നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു. അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്, ഈ അച്ചാർ. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ മാത്രം മതി. ഒത്തിരി പ്രയാസങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ എണ്ണയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. എണ്ണ ഇങ്ങനെ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ അടിയിൽ കിടക്കണം എണ്ണ, മേലെ തെളിഞ്ഞ് കാണണം എണ്ണ ശരിക്കും. ആ എണ്ണയിൽ കിടന്നാണ് ഇതിങ്ങനെ ആ പുളിയും മാങ്ങയുടേതും മസാലകളും എല്ലാം കൂടി ചേരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇത് തണുത്തതിന് ശേഷം നമുക്കിത് കുപ്പിയിലേക്ക് ആക്കി വെക്കാം. കുപ്പിയെല്ലാം നല്ലോണം കഴുകി തുടച്ച് ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കി അങ്ങനെയുള്ളതായിരിക്കണം. ഒട്ടും വെള്ളം പാടില്ല. അതുകൊണ്ടാണ് മാങ്ങ വരെ ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കുന്നത്. മാങ്ങ വെയിലത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫാനിന് താഴെ വെച്ചിട്ടോ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നത് അതുകൊണ്ടാണ്. ഇതിനകത്ത് വെള്ളത്തിൻ്റെ ഒരു അംശം പോലും പാടില്ല. നമ്മൾ എടുക്കുന്ന സ്പൂണും എല്ലാം നല്ല പോലെ ഡ്രൈ ആയിരിക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കാറ്. എല്ലാ വർഷവും ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കാറുള്ളതാണ്. ഓക്കെ, എല്ലാവരും ഒന്നുകൂടി ഞാൻ പറയുകയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്, ഒന്ന് ചെയ്യുക. ഓക്കെ, ഇപ്പം എനിക്കിപ്പോൾ ഒരു കുപ്പിയാണ് കിട്ടിയിട്ടുള്ളത്. നന്നായിട്ട് അടച്ച് നമുക്ക് വെക്കാം. ഇനിയിപ്പോൾ ഞാൻ ഒരു 6 മാസം കഴിഞ്ഞ് ഇത് ഞാൻ തുറക്കത്തുള്ളൂ. എണ്ണ പോരാൻ തോന്നെങ്കിൽ ഒന്നുകൂടി എണ്ണ തിളപ്പിച്ച് ഇതിൽ തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ബൈ.